യാത്രകളിൽ നമ്മളെപ്പോഴും ഓർത്തിരിക്കുന്ന ചില ഇടങ്ങളുണ്ട്. അങ്ങനെ ഒന്നായിരുന്നു കേട്ടോ ഇവിടെ. ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് പമ്പിൽ കയറിയതായിരുന്നേ. ആ സമയത്താണ് നമ്മളൊരു മരത്തിൽ നിറയെ ചാമ്പക്ക കണ്ടത്. അപ്പോൾ വേറെ ആരോ വന്നിട്ട് കുലുക്കുന്നത് കണ്ടു. അപ്പോൾ അവർ താഴെ ഇങ്ങനെ വീഴുന്നത് കണ്ടപ്പോൾ നമ്മളൊന്ന് കുലുക്കിയെടുത്തിട്ടോ. നന്നായിട്ട് പഴുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ചാടുന്നുണ്ടായിരുന്നേ. നാട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് പോകുന്നതുകൊണ്ട് പിന്നെ അവിടെ വെച്ചിട്ട് കാര്യമില്ലെന്ന് ഓർത്തിട്ട് നമ്മളുള്ള എല്ലാ വാഴക്കൊലയും കൊടുന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും ക്വാണ്ടിറ്റി കണ്ട് ഇതൊക്കെ തിന്ന് തീരുമെന്നുള്ള ടെൻഷനും വേണ്ട. മക്കളെല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഇത് 2 ദിവസത്തിനേ ഉള്ളൂ കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ സ്ഥിരം കൊണ്ടുവന്ന പോലെ തന്നെ കൊണ്ടുവന്നു. വീട്ടിലെത്തിയപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ലേ. അപ്പം നമ്മൾ കൊണ്ടുവന്ന മീനൊക്കെ എടുത്ത് അപ്പം തന്നെ മസാല തേച്ച് ഫ്രൈ ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ വാഴയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു മെത്തേഡായിട്ട് കേട്ടോ എനിക്ക് തോന്നിയത്. ഞാനിത് ഇത്രത്തോളം റീഫ്രഷിൽ ഇത്രയും ദിവസം ഇരിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല കേട്ടോ. അപ്പോൾ കറൻറ്റ് 1 ഡേ കഴിഞ്ഞിട്ടാണ് വന്നതെങ്കിലും നമ്മുടെ സാധനങ്ങളൊക്കെ കേടാകാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മീൻ കേടായി പോയെന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ മസാലയൊക്കെ തേച്ച് പൊരിച്ചെടുത്തിട്ടോ. ഇനിയിപ്പോൾ സ്നാക്സും 2 ദിവസം ചെയ്യുന്ന വാഴപ്പഴം മതി. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്.